പത്തരമാറ്റിൻ്റെ അടുപ്പിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ജ്വല്ലറിയിൽ തൻ്റെ ശത്രു ആരാണെന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായിട്ടുള്ള അന്വേഷണത്തിലാണ്. പക്ഷേ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും അവസാനം എത്തുന്നത് ജ്വല്ലറിയിലെ ഉടമസ്ഥനും അതുപോലെ തന്നെ താൻ ചതിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഹോട്ടലിലെ ഉടമസ്ഥനും ഒന്ന് തന്നെയാണെന്നുള്ള ആ ഒരു സംശയത്തിൻ്റെ പിറകിലാണ് ആദർശ് എത്തുന്നത്. അങ്ങനെ താൻ ഒന്നുകൂടി ഇതിനെക്കുറിച്ച് ഊർജിതമായിട്ട് അന്വേഷിക്കാനായിട്ട് ആ ഹോട്ടലിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ നയനയോട് ഇക്കാര്യത്തെക്കുറിച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ അന്ന് പോയതുപോലെയല്ല, ഞാൻ സിക്കുകാരൻ്റെ വേഷത്തിലാണ് പോകാൻ പോകുന്നത്, അതാവുമ്പം തന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ എന്നൊക്കെയാണ് ആദർശ് നയനയോട് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, നമ്മൾ ഇത്രയും മനസ്സിലാക്കിയ ആ ഒരു ശത്രുവിനെ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് തോന്നുന്നത് അയാൾ ഒരു അഗ്രഗണ്യനാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള ആളുകളെയും തിരിച്ചറിയാനുള്ള കഴിവ് അയാൾക്കുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിനെക്കൊണ്ട് ആദർശേട്ടൻ വളരെയധികം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, കാരണം ഇത്രയെങ്കിലും നമ്മളെ ഈശ്വരൻ എത്തിച്ചില്ലേ, അയാൾക്കരികിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അയാൾ കുടുങ്ങാൻ ബാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ആ ഒരു ഹോട്ടലിലേക്ക് തൻ്റെ ശത്രു ആരാണ്, ജ്വല്ലറിയിലെ ഉടമസ്ഥനും ഹോട്ടലിൻ്റെ ആ ഒരു ഉടമസ്ഥനും ഒന്ന് തന്നെയാണ്, അയാൾ ആരാണെന്നുള്ള കണ്ടെത്താൻ അറിയാനുള്ള ഒരു ഇതിലാണ് ആദർശ് നിൽക്കുന്നത്. അതേസമയം നമ്മുടെ അവന്തികയോടാണെങ്കിൽ അനിയെ പ്രണയിക്കാനും അനിയെ കല്യാണം കഴിക്കാനുള്ള ആ ഒരു ഇതിന് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം എന്നൊക്കെ അച്ഛൻ പറയുകയാണ്. എന്നിട്ട് നവീനെ ഇപ്പോൾ തൽക്കാലം മറക്ക്, നമ്മുടെ കാര്യങ്ങൾ സ്മൂത്തായി നടക്കണമെങ്കിൽ അനിരുദ്ധനെ തന്നെ താൻ വിവാഹം കഴിക്കണമെന്ന് നാഗേന്ദ്രൻ അവന്തികയോട് ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യം അനുസരിച്ച് അനിയോട് അടുക്കാനും അനിയെ പാടെ മാറ്റാനും ഒക്കെയുള്ളൊരു ശ്രമത്തിലാണ് അവന്തിക നിൽക്കുന്നത്. അങ്ങനെ അനിയെ കണ്ടിട്ട് പറയുന്നുണ്ട്, അനിയേട്ടാ, ഇപ്പോഴും നിങ്ങൾ പഴഞ്ചൻ ലുക്കിലാണ് നടക്കുന്നത്, ഹെയർ സ്റ്റൈലും കുറച്ച് വേഷവിധാനങ്ങളുമൊക്കെ മാറ്റം വരുത്തിയാൽ കാണാൻ നല്ല ലുക്കാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അനി പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ തിരക്കേടില്ലാത്ത രൂപത്തിൽ തന്നെയാണ് പോകുന്നത്, എനിക്കൊരു കുഴപ്പവും തോന്നിയിട്ടില്ല എന്നൊക്കെ മറുപടി കൊടുക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അത് അനിയേട്ടന് വെറുതെ തോന്നുന്നതാണ്, അനിയേട്ടാ ഒന്നും കൂടെ മാറാനുണ്ട്, ഈ ഒരു ഹെയർ സ്റ്റൈലും കുറച്ച് ഒരു ഡ്രസ്സിങ് സ്റ്റൈലും മാറ്റിയാൽ ലുക്കാകെ മാറും അനിയേട്ടാ, എനിക്ക് ഉറപ്പാണ്, അങ്ങനെ ഒന്ന് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ ഇങ്ങനെ വശത്താക്കാൻ വേണ്ടി അങ്ങനെ പിന്നീട് ആദർശ് ഹോട്ടലിൽ എത്തുന്നുണ്ട്. എന്നിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് തനിക്കൊരു മുറി വേണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ റിസപ്ഷനിൽ നിന്നിട്ട് മുറിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ നാഗേന്ദ്രൻ അതുവഴി പാസ് ചെയ്യുന്നത്. അങ്ങനെ നാഗേന്ദ്രൻ ആ സിക്കുകാരനെ കണ്ടിട്ട് ഒന്നുകൂടെ ആലോചിക്കുന്നുണ്ട്, ഇത് നമ്മുടെ ഡേവിഡ് പറഞ്ഞ സിക്കുകാരനാണോ, ഇയാൾ ഒരു സിക്കുകാരൻ നമ്മുടെ ഒരു കോൺട്രാക്റ്റ് പിടിക്കാൻ നമ്മോട് ഒരു ഇത് എടുക്കാനും വേണ്ടിയിട്ട് ഓഫീസിൽ വന്നിരുന്നു എന്നല്ല പറഞ്ഞത്, അതേ സിക്കുകാരൻ തന്നെയാണോ ഇയാൾ, അവിടെ വന്ന ആൾ ഈ ഹോട്ടലിൽ എത്തണമെങ്കിൽ എന്തോ വേറെ ഉദ്ദേശമാണെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്, അയാളുടെ അന്നത്തെ ആ ഒരു ഒഴിഞ്ഞുമാറ്റവും അതുപോലെ പിടിതരാതെയുള്ള ഓർഡർ പിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് പിടിതരാതെയുള്ള ആ ഒരു നിൽപ്പും കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിരുന്നു, ഇത് ഇയാളെ കണ്ടിട്ട് നല്ല മുഖപരിചയവും ഉണ്ടല്ലോ എന്നൊക്കെ നാഗേന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് സൂക്ഷ്മതയോട് കൂടെ നോക്കുന്ന സമയത്ത് ആദർശിൻ്റെ രൂപസാദൃശ്യമുണ്ടെന്ന് നാഗേന്ദ്രൻ തിരിച്ചറിയുകയാണ്. ഇനി ആദർശ് തന്നെയാണോ, ആദർശ് വേഷം കെട്ടി വന്നതാണോ എന്നുള്ള ഒരു സംശയമൊക്കെ നാഗേന്ദ്രൻ്റെ മനസ്സിലോട്ട് വരികയാണ്. അതേസമയം നമ്മുടെ നാഗേന്ദ്രനാവട്ടെ ആരും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ മാസ്കും ഗ്ലാസും ഒക്കെ ധരിച്ചിട്ട് ഫുൾ സെറ്റപ്പിൽ ആർക്കും ഒരിക്കലും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് വന്ന് നിൽക്കുന്നത്. ആദർശാവട്ടെ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നാഗേന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്, ഇയാളിവിടെ റൂം എടുത്ത് താമസിക്കണമെങ്കിൽ ആദർശിൻ്റെ രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ, എന്താണ് അയാളുടെ ഉദ്ദേശമെന്നും ഇങ്ങോട്ട് എന്തിനാണ് വന്നത് എന്നും എന്നുള്ളത് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ, എന്തൊക്കെയോ പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട്, ഇനി ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പെടും എന്നുള്ള ആ ഒരു ആലോചനയിൽ നിൽക്കുകയാണ് നാഗേന്ദ്രൻ. അപ്പോൾ ആദർശിനെ പിടിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിലൂടെ കാണാം.